സൂര്യൻ്റെ അതിശക്തമായ കിരണങ്ങൾ നിരന്തരം പതിക്കുന്ന, ചുട്ടുപൊള്ളുന്ന ചൂടിൽ കത്തി നിൽക്കുന്ന ഒരു ലോകം. മാരകമായ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ, മനുഷ്യന് കാലുകുത്താൻ പോലും കഴിയാത്ത ഒരു വിലക്കപ്പെട്ട ഗ്രഹം. അനേകം മഹാവിനാശകരമായ ആഘാതങ്ങളുടെ മുറിപ്പാടുകൾ ഇന്നും വഹിക്കുന്ന ജീവനില്ലാത്ത ഒരു പാറഗോളം. എന്നിട്ടും ഇന്നും എണ്ണമറ്റ രഹസ്യങ്ങൾ തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു നിഗൂഢ ആകാശലോകം. അതാണ് മെർക്കുറി, ബുധൻ. നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഇന്ന് നമുക്ക് ആ അത്ഭുത ലോകത്തെ അടുത്തറിയാം. ഭൂമിയോട് താരതമ്യേന വളരെ അടുത്തായിട്ടാണ് മെർക്കുറി സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും സൂര്യനോട് അതീവ അടുത്തായതിനാൽ ആ ഗ്രഹത്തെ പഠിക്കുക എന്നത് ശാസ്ത്രജ്ഞർക്ക് എന്നും വലിയ വെല്ലുവിളിയായിരുന്നു. ആകാശത്ത് മെർക്കുറിയെ കാണുവാൻ കഴിയുന്നത് സൂര്യോദയത്തിന് തൊട്ടു മുൻപോ സൂര്യാസ്തമയത്തിന് തൊട്ട് പിന്നാലെയോ മാത്രമാണ്. അപ്പോഴും അത് ചക്രവാളത്തോട് വളരെ അടുത്തായിരിക്കും. ഈ കാരണത്താൽ തന്നെ പുരാതന ജ്യോതിശാസ്ത്രജ്ഞർ രാവിലെ കാണുന്ന മെർക്കുറിയെയും വൈകുന്നേരം കാണുന്ന മെർക്കുറിയെയും രണ്ട് വ്യത്യസ്ത ആകാശ വസ്തുക്കളായിട്ടാണ് കരുതിയിരിക്കുകയും അവയ്ക്ക് വ്യത്യസ്ത പേരുകളും നൽകുകയും ചെയ്തിരുന്നു. കാലക്രമേണ നിരീക്ഷണ സാങ്കേതിക വിദ്യ പുരോഗമിച്ചതോടെ ഈ വിചിത്ര ലോകത്തിൻ്റെ മറഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ ഓരോന്നായി ശാസ്ത്രലോകം വെളിപ്പെടുത്താൻ തുടങ്ങി. ലഭിച്ച വിവരങ്ങൾ പ്രകാരം മെർക്കുറിയാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. കൗതുകകരമായ കാര്യം, വലിപ്പത്തിൽ ഇതിനേക്കാൾ വലിയ ചില പ്രകൃതിദത്ത ഉപഗ്രഹങ്ങൾ പോലും സൗരയൂഥത്തിലുണ്ട്. മെർക്കുറിയുടെ വ്യാസം വെറും 2440 കിലോമീറ്ററുകൾ മാത്രമാണ്. അത് ഭൂമിയുടെ വ്യാസത്തിൻ്റെ ഏകദേശം 38% മാത്രമേ ഉള്ളൂ. വലിപ്പം ചെറുതാണെങ്കിലും മെർക്കുറിക്ക് ഏകദേശം പൂർണ്ണ വൃത്താകൃതിയുള്ള രൂപമാണുള്ളത്. അതിൻ്റെ മധ്യരേഖാവ്യാസവും ധ്രുവവ്യാസവും തമ്മിലുള്ള വ്യത്യാസം 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ്. ചെറിയ ഗ്രഹമാണെങ്കിലും അതിൻ്റെ മാസ് അതിശയിപ്പിക്കുന്നതാണ്. ഏകദേശം 3.3 × 10⁻23 കിലോഗ്രാം ഭാരമുള്ള മെർക്കുറിയുടെ മാസ് ഭൂമിയുടെ മാസിൻ്റെ ഏകദേശം 5.5%. വലിപ്പത്തിൽ മെർക്കുറിയുടെ സാമ്യമുള്ള മറ്റ് ആകാശ വസ്തുക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ഭാരമുള്ളതാണ്. ഉദാഹരണത്തിന് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമേഡും ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനും മെർക്കുറിയേക്കാൾ വലുതാണെങ്കിലും അവയുടെ പിണ്ഡം മെർക്കുറിയേക്കാൾ കുറവാണ്. ഇതിന് പ്രധാന കാരണം മെർക്കുറിയുടെ ഉൾഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ലോഹ കാമ്പാണ്. ഏകദേശം 2000 കിലോമീറ്റർ ആരം വരുന്ന ഈ ഇരുമ്പ് നിക്കൽ കാമ്പ് ഗ്രഹത്തിൻ്റെ ആകെ വ്യാപ്തത്തിൻ്റെ ഏകദേശം 57% ഉൾക്കൊള്ളുന്നു. ഈ കാമ്പിനെ ചുറ്റി ഏകദേശം 400 കിലോമീറ്റർ കട്ടിയുള്ള ഉരുകിയ സിലിക്കേറ്റ് പാറകൾ കൊണ്ടുള്ള ഒരു മാൻഡൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന് മുകളിലായി 15 മുതൽ 37 കിലോമീറ്റർ വരെ കട്ടിയുള്ള പുറന്തോട് വ്യാപിച്ചു കിടക്കുന്നു. മെർക്കുറിയുടെ ഉപരിതലം എണ്ണമറ്റ ആഘാത ഗർത്തങ്ങളാൽ നിറഞ്ഞതാണ്. ആ ഗർത്തങ്ങളുടെ പഠനത്തിൽ നിന്നും കഴിഞ്ഞ 3.8 ബില്യൺ വർഷങ്ങളായി ഗ്രഹത്തിൽ ശ്രദ്ധേയമായ ഭൂമിശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി. സൂര്യൻ്റെ അതിശക്തമായ പ്രകാശം കാരണം ദൂരദർശിനികൾ മെർക്കുറിയെ വ്യക്തമായി നിരീക്ഷിക്കുന്നത് അതീവ പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് തന്നെ 20ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതി വരെ ഈ ഗ്രഹത്തെക്കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമായിരുന്നു. എന്നാൽ 1974 എല്ലാം മാറിമറിഞ്ഞു. അമേരിക്കയുടെ മരീനർ 10 എന്ന ബഹിരാകാശ പേടകം മെർക്കുറിയുടെ സമീപത്തെത്തി ചരിത്രം സൃഷ്ടിച്ചു. ഈ ദൗത്യത്തിലൂടെ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൻ്റെ ഏകദേശം 45% ചിത്രങ്ങൾ പകർത്തുവാൻ സാധിച്ചു. കൂടാതെ ഉപരിതല താപനിലയും കാന്തിക ക്ഷേത്രവും ആദ്യമായി കൃത്യമായി അളക്കുകയും ചെയ്തു. ഇതിനോടൊപ്പം പേടകത്തിലെ അതിസൂക്ഷ്മമായ സെൻസറുകൾ മെർക്കുറിക്ക് വളരെ നേർത്ത ഒരു അന്തരീക്ഷമുണ്ടെന്നും അതിൽ പ്രധാനമായും ഹീലിയം ഉൾപ്പെടെയുള്ള അപൂർവ വാതകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നും കണ്ടെത്തി. ഈ കണ്ടെത്തലുകൾ മെർക്കുറിയെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ധാരണയെ പരിപൂർണമായും മാറ്റിമറിച്ച ചരിത്രപരമായ നിമിഷങ്ങളായി മാറി. മാരിയൻ 10 ദൗത്യത്തിന് ശേഷം ഏകദേശം 30 വർഷങ്ങൾ കഴിഞ്ഞ് 2004 ഓഗസ്റ്റ് 3 മെർക്കുറിയെ ലക്ഷ്യമാക്കി മറ്റൊരു ചരിത്രപരമായ ബഹിരാകാശ ദൗത്യം ആരംഭിച്ചു. അത് മെസഞ്ചർ എന്ന ബഹിരാകാശ പേടകമായിരുന്നു. ഭൂമിയിൽ നിന്നും പുറപ്പെട്ട ശേഷം മെർക്കുറിയിലെത്തുവാൻ ഈ ചെറുപേടകത്തിന് 7 വർഷത്തിലധികം സമയം വേണ്ടിവന്നു. നിരവധി ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണം പ്രയോജനപ്പെടുത്തി അതീവ സങ്കീർണമായ ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിച്ചാണ് അത് തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ഒടുവിൽ 2011 മെസഞ്ചർ വിജയകരമായി മെർക്കുറിയുടെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചു. തുടർന്നുള്ള 4 വർഷക്കാലം, അതായത് 2011 മുതൽ 2015 വരെ
ഈ പേടകം മെർക്കുറിയെ അതീവ വിശദമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തു. ഈ ദൗത്യത്തിലെ ലക്ഷക്കണക്കിന് ഉയർന്ന റെസല്യൂഷനിലുള്ള ചിത്രങ്ങളും വമ്പിച്ച അളവിലുള്ള ശാസ്ത്രീയ വിവരങ്ങളും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. ആദ്യമായി മെർക്കുറിയുടെ ഏകദേശം മുഴുവൻ ഉപരിതലത്തിൻ്റെയും സമഗ്രമായ ഭൂപടം തയ്യാറാക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് അതിലൂടെ സാധിച്ചു. ഈ നിരീക്ഷണങ്ങളിലൂടെ ഗ്രഹത്തിൻ്റെ ആന്തരിക ഘടന, പുറന്തോടിൻ്റെ സ്വഭാവം, വിവിധ ഭൂമിശാസ്ത്ര സവിശേഷതകൾ, രാസഘടന എന്നിവയെക്കുറിച്ച് വളരെ നിർണായകമായ വിവരങ്ങളും ലഭിച്ചു. സൗരയൂഥത്തിൽ മറ്റെങ്ങും കാണാത്ത ചില അതുല്യമായ ഭൂപ്രകൃതികളും ഈ ദൗത്യത്തിലൂടെയാണ് ആദ്യമായി കണ്ടെത്തപ്പെട്ടത്. മെസഞ്ചറിലെ അത്യാധുനിക ഉപകരണങ്ങൾ മെർക്കുറിയുടെ കാന്തിക ക്ഷേത്രത്തെക്കുറിച്ചും സൂര്യനിൽ നിന്നും നിരന്തരം ഒഴുകിയെത്തുന്ന സൗരവാദം അതുമായി എങ്ങനെ ഇടപഴകുന്നു എന്നതിനെക്കുറിച്ചും പുതിയ അറിവുകൾ ശാസ്ത്രലോകത്തിന് സമ്മാനിച്ചു. മെർക്കുറി സൂര്യനെ ചുറ്റുന്നത് ഒരു പൂർണ്ണ വൃത്താകൃതിയിലൂടെ അല്ല, മറിച്ച് നീണ്ട ദീർഘവൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലൂടെയാണ്. സൂര്യനെ ഒരു തവണ ചുറ്റി പൂർത്തിയാക്കുവാൻ മെർക്കുറിക്ക് വെറും 88 ഭൗമദിനങ്ങൾ മാത്രമാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ സൗരയൂഥത്തിലെ ഏറ്റവും വേഗതയിൽ സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹം അത് മെർക്കുറിയാണ്. സൂര്യനോട് ഏറ്റവും അടുത്തെത്തുന്ന സ്ഥാനത്ത് പെരിഹീലിയത്തിൽ മെർക്കുറി വെറും 46 ദശലക്ഷം കിലോമീറ്റർ മാത്രം അകലെയായിരിക്കും. മെർക്കുറിയുടെ മറ്റൊരു അത്ഭുതകരമായ പ്രത്യേകത അതിൻ്റെ 3:2 ഭ്രമണ അനുപാതമാണ്. ഇത് എന്താണെന്ന് നോക്കാം. മെർക്കുറി തൻ്റെ അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം കറങ്ങുവാൻ 58.65 ഭൗമദിനങ്ങൾ എടുക്കുന്നു. എന്നാൽ സൂര്യനെ 2 തവണ ചുറ്റി വരുമ്പോഴേക്കും അത് സ്വന്തം അച്ചുതണ്ടിൽ കൃത്യമായി 3 തവണ ഭ്രമണം പൂർത്തിയാക്കും. സൗരയൂഥത്തിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു ഭ്രമണക്രമമാണിത്. ഈ പ്രത്യേകത കാരണം മെർക്കുറിയുടെ ചില പ്രദേശങ്ങൾ ഓരോ തവണയും സൂര്യനിൽ നിന്നും അതിശക്തമായ ചൂട് ഏറ്റുവാങ്ങുന്നു. ഈ പ്രദേശങ്ങളെയാണ് ഹോട്ട് മെറിഡിയനുകൾ എന്ന് വിളിക്കുന്നത്. അത്തരം പ്രദേശങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് കലോരിസ് പ്ലനിറ്റ എന്ന ഭീമാകാരമായ ആഘാത താഴ്വാരയാണ്. ലാറ്റിൻ ഭാഷയിൽ കലോരിസ് എന്ന വാക്കിനർത്ഥം ചൂട് എന്നാണ്. ഈ പേര് തികച്ചും അനുയോജ്യവുമാണ്. കാരണം ഇവിടെ ഉപരിതല താപനില 700 കെൽവിൻ, അതായത് ഏകദേശം 427 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. ഇത് മെർക്കുറിയുടെ ഏറ്റവും ചൂടേറിയ പ്രദേശമാണ്. ഏകദേശം 1550 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഭീമൻ ആഘാതഗർത്തം ഗ്രഹത്തിൻ്റെ ആകെ ഉപരിതലത്തിൻ്റെ ഏകദേശം 2% വിസ്തൃതിയോളം വ്യാപിച്ചു കിടക്കുന്നു. ശാസ്ത്രജ്ഞരുടെ കണക്ക് പ്രകാരം ഏകദേശം 3.9 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭീമൻ ചിഹ്നഗ്രഹം മെർക്കുറിയിൽ പതിച്ചതോടെയാണ് ഈ മഹാഗർത്തം രൂപപ്പെട്ടത്. അന്ന് മെർക്കുറി യുവാവസ്ഥയിലായിരുന്ന ഒരു ഗ്രഹമായിരുന്നു. ആ അതിശക്തമായ ആഘാതം ഗ്രഹത്തിൻ്റെ പുറന്തോടിൻ്റെ വലിയൊരു ഭാഗത്തെ തന്നെ തകർക്കുകയും ഉള്ളിലുണ്ടായിരുന്ന ഉരുകിയ ലാവ പുറത്തേക്ക് ഒഴുകി വിശാലമായ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. കാലക്രമേണ ആ ലാവ തണുത്തുറഞ്ഞ് ഇന്ന് കാണുന്ന വിശാലമായ സമതലമായി മാറി. ഇന്ന് കലോരിസ് പ്ലനിറ്റ ചുറ്റിലുമുള്ള ഇരുണ്ട പ്രദേശങ്ങളിൽ നിന്നും വ്യക്തമായി വേർതിരിക്കുവാൻ കഴിയുന്ന തിളക്കമുള്ള ഒരു പാറ സമതലമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പ്രദേശത്തിൻ്റെ ഉപരിതലം 100 കണക്കിന് ആഘാതഗർത്തങ്ങളാൽ നിറഞ്ഞതായിരുന്നു. അവയിൽ ചിലത് 100 കിലോമീറ്ററിലും അധികം വ്യാസമുണ്ട്. എന്നാൽ ഇതിലെ ഏറ്റവും വിചിത്രവും അതുല്യവുമായ ഭൂമിശാസ്ത്ര സവിശേഷതകളും ഇപ്പോഴും മുന്നിലുണ്ട്. കലോരിസ് പ്ലനിറ്റയിലെ ഏറ്റവും അത്ഭുതകരമായ സവിശേഷതയാണ് പാൻതിയോൺ ഫോസൈ. സൗരയൂഥത്തിൽ മറ്റൊരിടത്തും ഇതിന് സമാനമായൊരു ഭൂമിശാസ്ത്ര ഘടന ഇന്നേ വരെ കണ്ടെത്തിയിട്ടേയില്ല. ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്നും എല്ലാ ദിശകളിലേക്കും സൂര്യകിരണങ്ങൾ പരക്കുന്ന പോലെ ഏകദേശം 230 നീണ്ട വിള്ളലുകൾ ഈ പ്രദേശത്ത് നിന്നും റേഡിയൽ രൂപത്തിൽ പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നു. ഓരോ വിള്ളലിനും ഏകദേശം 1 മുതൽ 8 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അവയിൽ ഭൂരിഭാഗത്തിൻ്റെയും നീളം 175 കിലോമീറ്ററിലും അധികമല്ല. എന്നാൽ ചിലത് അതിനേക്കാൾ വളരെ ദൂരത്തേക്കും വ്യാപിച്ചു കിടക്കുന്നു. ഈ വിള്ളലുകളുടെ കേന്ദ്രത്തിനടുത്തായി അപ്പോളോഡോറസ് എന്ന വലിയ ആഘാതഗർത്തവും സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഈ ഗർത്തവും പാന്തോൺ ഫോസിയയും തമ്മിൽ നേരിട്ടൊരു ബന്ധമുണ്ടോ എന്നത് ഇന്നും വ്യക്തമായിട്ടില്ല. ഈ വിചിത്ര രൂപീകരണത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രലോകത്ത് നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. ചില ഗവേഷകർ പറയുന്നത് മെർക്കുറിയുടെ ഉൾഭാഗത്തുണ്ടായ അതിശക്തമായ ടെക്ടോണിക് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഭീമൻ വിള്ളലുകൾ രൂപപ്പെട്ടത് എന്നാണ്. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഗ്രഹത്തിൻ്റെ ഉൾഭാഗം ക്രമേണ തണുത്ത് ചുരുങ്ങിയപ്പോൾ പുറന്തോട് വലിഞ്ഞുപൊട്ടി രൂപപ്പെട്ട ഭൂമിശാസ്ത്ര ഘടനകളാണ് ഇവ എന്നാണ്. ഇന്ന് വരെ ഈ രഹസ്യം വ്യക്തമായ ഉത്തരമില്ലാതെ തുടരുകയാണ്. ഇനി മെർക്കുറിയുടെ വടക്കൻ ധ്രുവത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ചുട്ടുപൊള്ളുന്ന ചൂടിന് പേരുകേട്ട ഈ ഗ്രഹത്തിൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള മറ്റൊരു അത്ഭുതം നമ്മെ കാത്തിരിക്കുന്നുണ്ട്: ജല ഐസ്. മെർക്കുറിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ ചെരിവ് വളരെ ചെറുതായതിനാൽ
ധ്രുവപ്രദേശങ്ങളിലെ ചില ആഴമേറിയ ആഘാതഗർത്തങ്ങളുടെ അടിത്തട്ടിലേക്ക് സൂര്യപ്രകാശം ഒരിക്കലും എത്തില്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ പ്രദേശങ്ങൾ ശാശ്വതമായ നിഴലിലാണ്. അതിനാൽ തന്നെ ഇവിടെ താപനില 80 കെൽവിൻ, അതായത് ഏകദേശം -193 ഡിഗ്രി സെൽഷ്യസ് വരെ താഴും. ഈ ശാശ്വതമായ ഇരുട്ടിൽ പാറകളുടെ ഒരു സംരക്ഷണ പാളികൾക്കിടയിൽ ജലായുസിന്റെ വലിയ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഈ മഞ്ഞുപാളിക്ക് 2 മീറ്റർ വരെ കട്ടിയുമുണ്ട്. എന്നാൽ അതിശയകരമായ കാര്യം മറ്റൊന്നാണ്. ഈ നിഴൽ പ്രദേശങ്ങളിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ഉയർന്ന പ്രദേശങ്ങളിലെ താപനില 380 കെൽവിൻ, അതായത് ഏകദേശം 107 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. പരസ്പരം വളരെ അടുത്തായിട്ടും ഇത്ര വലിയ താപനില വ്യത്യാസം നിലനിൽക്കാനുള്ള കാരണം മെർക്കുറിക്ക് കാര്യമായ അന്തരീക്ഷമില്ല എന്നത് തന്നെയാണ്. അന്തരീക്ഷത്തിന്റെ അഭാവത്തിൽ ചൂട് ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് കാര്യക്ഷമമായി കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ചുട്ടുപൊള്ളുന്ന പ്രദേശങ്ങളും മഞ്ഞുമൂടിയ പ്രദേശങ്ങളും ഒരേ ഗ്രഹത്തിൽ പരസ്പരം വളരെ അടുത്തായി സഹവർത്തിത്വത്തോടെ തന്നെ നിലകൊള്ളുന്നു. ഇനി കലോരിസ് പ്ലനീറ്റയിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് ഏകദേശം 3500 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കാം. അവിടെയാണ് മെർക്കുറിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ആഘാതഗർത്തങ്ങളിൽ ഒന്നായ റാച്ച്മാനിനോഫ് ബേസിൻ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 290 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഗർത്തത്തിന് ഏകദേശം 1 ബില്യൺ വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ വലിയ ഗർത്തത്തിൻ്റെ മധ്യഭാഗത്ത് 130 കിലോമീറ്റർ വ്യാസമുള്ള പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ഉയർന്ന കേന്ദ്ര വളയവും കാണാം. ഇവിടെയുള്ള പാറകൾ മെർക്കുറിയിലെ മറ്റു പ്രദേശങ്ങളിലെ പാറകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഗർത്തത്തിൻ്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന മിനുസമുള്ള സമതലങ്ങളും ഉറഞ്ഞ ലാവയുടെ അടയാളങ്ങളും ഒരു കാലത്ത് ഇവിടെ ശക്തമായ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നത് സൂചിപ്പിക്കുന്നു. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ മെർക്കുറിയുടെ ചരിത്രത്തിലെ അവസാനഘട്ട അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ തെളിവുകളിൽ ഒന്നായിരിക്കാം ഈ പ്രദേശം. മറ്റൊരു പ്രത്യേകതയും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെർക്കുറിയിലെ ഏറ്റവും താഴ്ന്ന ഭൂപ്രദേശങ്ങളിൽ ഒന്ന് ഈ ഗർത്തത്തിൻ്റെ ഉള്ളിലാണ്. ഗർത്തത്തിൻ്റെ കേന്ദ്രവളയത്തിന് പുറത്തുള്ള ചില ഭാഗങ്ങൾ ഗ്രഹത്തിൻ്റെ ശരാശരി ഉപരിതല നിരപ്പിനേക്കാളും ഏകദേശം 5380 മീറ്ററോളം താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മെർക്കുറിയുടെ ദീർഘവും സങ്കീർണവുമായ ഭൂമിശാസ്ത്ര ചരിത്രത്തിലെ നിശബ്ദ സാക്ഷികളായി ഇന്നും ഈ ബേസിൻ നിലകൊള്ളുന്നു. ഇനി നമ്മൾ വീണ്ടും ബുധൻ്റെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് യാത്ര തുടരുകയാണ്. ഇവിടെ താരതമ്യേന മിനുസമുള്ളതും ഇരുണ്ട നിറമുള്ളതുമായ വിശാലമായ സമതലങ്ങൾക്കിടയിൽ മെർക്കുറിയിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഭൂമിശാസ്ത്ര സവിശേഷതകളിൽ ഒന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഇതാണ് എൻ്റർപ്രൈസ് റൂപ്പീസ്. തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്കോട്ട് ഏകദേശം 820 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഭീമൻ പാറമതിൽ ചില സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് മീറ്റർ ഉയരത്തിൽ വരെ ഉയർന്നു നിൽക്കുന്നു. മെർക്കുറിയിൽ ഇത്തരത്തിലുള്ള നിരവധി പാറമതിലുകൾ കാണപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവയിൽ ഏറ്റവും വലുതും ശ്രദ്ധേയവും എൻ്റർപ്രൈസസ് റൂപ്പീസ് തന്നെയാണ്. ഈ അസാധാരണമായ ഭൂപ്രകൃതി രൂപപ്പെട്ടത് എങ്ങനെയായിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നത് വളരെ കൗതുകകരമാണ്. കാലക്രമേണ മെർക്കുറിയുടെ ഉൾഭാഗം ക്രമേണ തണുക്കാൻ തുടങ്ങി. അതിനോടൊപ്പം ഗ്രഹത്തിൻ്റെ ആന്തരിക ഭാഗങ്ങൾ ചുരുങ്ങുകയും ചെയ്തു. ഈ ചുരുങ്ങൽ മൂലം ഗ്രഹത്തിൻ്റെ ആകെ വ്യാപ്തി ഏകദേശം 1% വരെ കുറഞ്ഞതായി കണക്കാക്കപ്പെടുന്നു. ഉൾഭാഗം ചുരുങ്ങിപ്പോയപ്പോൾ കട്ടിയുള്ള പുറന്തോട് അതനുസരിച്ച് മടക്കപ്പെടുകയും പൊട്ടിപ്പിളരുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ടാണ് എൻ്റർപ്രൈസ് റൂപ്പീസ് പോലുള്ള ഭീമാകാരമായ പാറമതിലുകൾ രൂപപ്പെട്ടത്. ഇത് മെർക്കുറി ഇന്നും തൻ്റെ പുരാതന ചരിത്രത്തിൻ്റെ അടയാളങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുകളാണ്. എൻ്റർപ്രൈസ് റൂപ്പീസിൻ്റെ ഒരു ഭാഗം മെർക്കുറിയിലെ ഏറ്റവും വലിയ ആഘാതഗർത്തങ്ങളിൽ ഒന്നായ റെംബ്രാൻഡ് ബേസിനിലൂടെയാണ് കടന്നു പോകുന്നത്. ഏകദേശം 716 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഭീമൻ ഗർത്തം മെർക്കുറിയിലെ ഏറ്റവും സങ്കീർണമായ ഭൂപ്രകൃതികളിൽ ഒന്നാണ്. ഗർത്തത്തിൻ്റെ ഉൾഭാഗത്ത് നിരവധി ചെറിയ പർവ്വതനിരകളും താഴ്വാരകളും വ്യാപിച്ചു കിടക്കുന്നു. പുറം വളയത്തിൽ നിന്നും മധ്യഭാഗത്തേക്ക് നീളുന്ന നിരവധി പർവ്വതനിരകൾ ഇവിടെ കാണാം. ഇവയുടെ വീതി 1 മുതൽ 10 കിലോമീറ്റർ വരെയും നീളം 180 കിലോമീറ്റർ വരെയും എത്തി നിൽക്കുന്നു. ഗർത്തത്തിൻ്റെ മധ്യഭാഗത്ത് ഏകദേശം 450 കിലോമീറ്റർ വ്യാസമുള്ള മറ്റൊരു വളയാകൃതിയുള്ള ഘടനയും കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിലെ ഏറ്റവും വിചിത്രമായ കാഴ്ച ചിലന്തി വലയെ അനുസ്മരിപ്പിക്കുന്ന ആഴമേറിയ വിള്ളലുകളുടെ ശൃംഖലയാണ്. ഈ വിള്ളലുകൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് ശാസ്ത്രജ്ഞർ ഇന്നും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗർത്തത്തിൻ്റെ ഉപരിതലത്തിലെ പാറക്കെട്ടുകൾക്കുള്ളിലൂടെയുള്ള പഠനങ്ങൾ മെർക്കുറിയുടെ ഭൂമിശാസ്ത്രപരമായ പരിണാമത്തെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. നൂറ്റാണ്ടുകളായി ജ്യോതിശാസ്ത്രജ്ഞന്മാർ മെർക്കുറിയെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ഗ്രഹം ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അനേകം ചോദ്യങ്ങൾക്ക് ഇന്നും വ്യക്തമായി ഉത്തരങ്ങളില്ല. എന്നാൽ
ഈ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പോലും ബെപ്പി കുളംബോ എന്ന ബഹിരാകാശ ദൗത്യം മെർക്കുറിയെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ മനുഷ്യരാശിക്ക് സമ്മാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയായ ESAയും ജപ്പാൻ ജാക്സയും ചേർന്നുള്ള സംയുക്ത ദൗത്യമാണ് ബെപ്പി കുളംബോ. ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ മെർക്കുറിയുടെ ഉപരിതല ഘടന, രാസഘടന, നേർത്ത അന്തരീക്ഷം, കാന്തിക മണ്ഡലം, സൗരവാതവുമായുള്ള പരസ്പര പ്രവർത്തനങ്ങൾ എന്നിവ കൂടുതൽ വിശദമായി പഠിക്കുകയാണ്. ബഹിരാകാശ പേടകം ഇതിനകം തന്നെ മെർക്കുറിയെ നിരവധി തവണ മറികടന്ന് ആവശ്യമായ ഗുരുത്വാകർഷണ സഹായങ്ങൾ നേടിയിട്ടുണ്ട്. ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ സ്ഥിരമായി പ്രവേശിക്കുവാൻ അതിന് സങ്കീർണമായ നിരവധി ഘട്ടങ്ങൾ കടക്കേണ്ടതുണ്ട്. അതിലൂടെ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ മെർക്കുറിയെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ കൂടുതൽ ആഴത്തിലാക്കുമെന്ന് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നു. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ഗ്രഹം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ പാറഗോളം മാത്രമായേ തോന്നൂ. എന്നാൽ അതിൻ്റെ ഉപരിതലത്തിൽ ഒളിഞ്ഞുകിടക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും മഹാവിനാശകരമായ ആഘാതങ്ങളുടെ തെളിവുകളും അഗ്നിപർവ്വതങ്ങളുടെ അവശിഷ്ടങ്ങളും ശാശ്വതമായ ഇരുട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ജല ഐസും ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയാത്ത അനവധി രഹസ്യങ്ങളുമാണ്. മെർക്കുറിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.